സുവിശേഷം വായിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമുള്ളിലേക്ക് കയറും. എങ്കിലും എന്തിനാണ് ഹെറോദേസ് സ്നാപക യോഹന്നാനെ കൊന്നു കളഞ്ഞത്? ചോദ്യം ഇങ്ങനെ നമ്മളെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. ജീവിതത്തിലേക്ക് വരാമായിരുന്ന നന്മകളുടെ എല്ലാ വാതിലുകളും അടച്ച് മനുഷ്യൻ വചനം പറയണതനുസരിച്ച് സ്നാപക യോഹന്നാനെ ബന്ധിച്ച് കാരാഗ്രഹത്തിലിട്ടിരുന്നു. നന്മ വരാവുന്ന വഴികളൊക്കെ ബന്ധിച്ചിട്ടിരിക്കുമ്പോൾ പിന്നെ തിന്മയല്ലാതെ വേറെന്താണ് കുടുംബത്തിലേക്ക് കയറി വരിക? ഇന്നത്തെ ഒന്നാമത്തെ വായന ജൂബിലി വർഷത്തെക്കുറിച്ച്. എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കണമെന്നുള്ളതാണ് ഈ മുഴുവൻ വായനയുടെയും ഒരു ആകത്തുക. ഇവിടെ ആവട്ടെ അയാള് നന്മകളെ ബന്ധിച്ചു കളയും. എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കണം. ആലോചിച്ച് നോക്കി, നമ്മൾ ആരെയൊക്കെയാ ബന്ധിച്ചിട്ടിരിക്കുന്ന വീട്ടില്? നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ മക്കളെ, ഇത്തിരി മുതിർന്നു കഴിയുമ്പോൾ പ്രായമായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കളെ, നമ്മളോളം എത്താത്ത നമ്മുടെ സഹോദരങ്ങളെ, അവർക്കൊക്കെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ. എന്തിനും പറഞ്ഞു വിടാനെന്നല്ല, എങ്ങനെയും ജീവിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അവരുടെ മുഖത്തിൽ പുഞ്ചിരി വിരിയുന്ന വിധത്തിൽ അവരെ അവരായിട്ട് ജീവിക്കാൻ വിടണ്ടേ? എത്ര കാലമായി അവരെങ്ങനെ അടിമകളെ കണക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, ഞാൻ പറയണതനുസരിച്ച് എന്നൊക്കെ പറഞ്ഞ് അവരെ നമ്മളിങ്ങനെ കൊണ്ടു നടക്കണം. അമ്മയായിരിക്കാം, അപ്പനായിരിക്കാം, മക്കളായിരിക്കാം, ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള മേഖലകളിൽ അവര് പിടിക്കുന്ന ശാഠ്യങ്ങളുണ്ടെന്ന്. ആ സമയം ഇങ്ങനെ അവരിൽ നിന്ന് വരാവുന്ന നന്മകളെ നമ്മൾ താഴിട്ടടച്ച് ബന്ധിച്ചുകൊണ്ടിരിക്കുക. വചനം പറയും, സ്വാതന്ത്ര്യം കൊടുക്കുക, കൂടെയുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. നിങ്ങളുടെ ദുശാഠ്യങ്ങൾക്ക് അവരെ വശംവദരാക്കാതിരിക്കുക. പ്രിയപ്പെട്ടവരെ അവരാകുന്ന വിധത്തില്, അവരായിരിക്കുന്ന വിധത്തില് ജീവിക്കാൻ വിടുക. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ